നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയില് റയൽ മാഡ്രിഡ് നാളെ റയോ വെല്ലക്കാനോയുമായിട്ട് കളിക്കുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 1:30 റയോ വെല്ലക്കാനോയുടെ മൈതാനത്ത് ആ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ് ഗാർഡിയോളയെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. പെപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. 10 മത്സരങ്ങളിൽ നിന്ന് വിജയിച്ചത് ഒരേ ഒരു കളിയാണ്. പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കാർലോ ആഞ്ചലോട്ടിയോട് വളരെ പ്രഗത്ഭനായിട്ടുള്ള, പെപ്പിനോളം തന്നെ എല്ലാവരും പ്രഗത്ഭനായിട്ടുള്ള കോച്ചായിട്ട് പരിഗണിക്കുന്ന കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് പെപ് ഗാർഡിയോളക്ക് നൽകാനുള്ള നിങ്ങളുടെ ആ ഒരു ഉപദേശം എന്ന്. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് നമുക്കൊന്ന് പോകാം. അഡ്വൈസ് ഫോർ പെപ് ഗാർഡിയോള. ഈ ചോദ്യത്തിന് എനിക്ക് നോ അഡ്വൈസസ് എന്നാണ് ഉത്തരം പറയാനുള്ളത്. കാരണം ഈ അവസാനത്തെ കുറച്ച് റിസൾട്ടുകൾ നോക്കിയിട്ടല്ല നമ്മൾ പെപ്പിനെ വിലയിരുത്തേണ്ടത്. ആ റിസൾട്ടുകൾ കൊണ്ട് പെപ്പ് ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളാണ് എന്നുള്ള സ്ഥാനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടത്? ഇറ്റ് ഡസന്റ് ചേഞ്ച് എനിത്തിങ്. ഒന്നും മാറുന്നില്ല. ഈ 4, 5 അല്ലെങ്കിൽ 8, 10 കളികൾ മോശമായി എന്നുള്ളത് കൊണ്ട് പെപ്പിന്റെ സ്റ്റാറ്റസിന് ഒന്നും പറ്റുന്നില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനം വളരെ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ വ്യക്തമാണ്. കാർലോ ആഞ്ചലോട്ടി പറയുന്നു, പെപ്പിനെ നിങ്ങൾ ഈ കുറച്ച് കളികൾ കൊണ്ട് എഴുത്തള്ളല്ലേ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.